ഓക്കെ. അപ്പോൾ എനർജി വർക്ക് ആൻഡ് PdV വർക്ക് and other types of work transfer, free expansion work, heat and heat capacity, Joule's experiment, then first law of thermodynamics, first law applied to non-flow process, enthalpy, specific heats, PMM1, first law applied to flow process, mass and energy balance in simple steady flow process, application of steady flow energy equation, transient flow and transient flow, filling and emptying process. അജ്മൽ എവിടെയായിരുന്നു? അജ്മൽ കേൾക്കാവോ? ഹലോ അജ്മൽ കേക്കില്ല. എവിടെയായിരുന്നു? എണ്ണിട്ടാണോ? അതൊക്കെ നേരത്തെ ചെയ്ത് നിങ്ങൾ ഒരു 8:50 ആകുമ്പോൾ ക്ലാസ് കയറാൻ റെഡി ആയിരിക്കണം കേട്ടോ. ദെൻ emptying പ്രോസസ്, ലിമിറ്റേഷൻസ് ഓഫ് ദ ഫസ്റ്റ് ലോ. അപ്പോൾ ഇതാ നോക്കുക, നമുക്ക് ഇന്ന് പഠിക്കുന്നത് എനർജി ആൻഡ് ഫോംസ് ഓഫ് എനർജി, ഹീറ്റ്, ഹീറ്റ് കപ്പാസിറ്റി, വർക്ക്, കമ്പാരിസൺ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ ഇത് വീണ്ടും 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഹീറ്റ് എന്താണ്, എനർജി എന്താണ്, വർക്ക് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പാടാണ്. അപ്പോൾ എനർജി ആൻഡ് ഫോംസ് ഓഫ് എനർജി. ഫസ്റ്റിൽ നോക്കുവാണെങ്കിൽ എനർജി എന്താണ്? എനർജി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഫിസിക്കൽ സിസ്റ്റം ടു പെർഫോം വർക്ക്. അതായത് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫിസിക്കൽ സിസ്റ്റത്തിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എബിലിറ്റിയാണ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ പല മെക്കാനിക്സ് അവിടെ ഇവിടെ എല്ലാം നമ്മൾ എനർജി പഠിക്കുന്നുണ്ട്. അതേപോലെ ഇൻ തെർമോഡൈനാമിക്സ് എനർജി ക്യാൻ ബി ഡിവൈഡ് ഇൻ 2 ഫോംസ്. 2 ഫോംസിൽ നമുക്ക് തെർമോഡൈനാമിക്സ് എനർജി ചെയ്യാം. ഒന്ന് എനർജി ഇൻ ട്രാൻസിസ്റ്റ് ആൻഡ് എനർജി ഇൻ സ്റ്റോറേജ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എനർജി ഇൻ ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസിസ്റ്റ് അല്ല, ട്രാൻസിറ്റ്. എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവ്മെന്റ്, ബൗണ്ടറി ക്രോസ് ചെയ്ത് പോകും, അല്ലെ ബൗണ്ടറിക്ക് ഉള്ളിലേക്ക് വരും, മൂവ്മെന്റ് അവിടെ ഉണ്ടാവും. ദെൻ എനർജി ഇൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട് തെർമോഡൈനാമിക്സിൽ. എനർജി ഇൻ ട്രാൻസിറ്റ് ഉണ്ട്, എനർജി ഇൻ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ എനർജി ഇൻ ട്രാൻസിറ്റ് പറയുന്നത് എന്താ? വർക്ക് ആൻഡ് ഹീറ്റ് ഇന്ററാക്ഷൻസ് ആർ ദ ഫോംസ് ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ് ഒബ്സർവ്ഡ് അറ്റ് ബൗണ്ടറി ഓഫ് എ സിസ്റ്റം. അതായത് വർക്കും ഹീറ്റും എന്താണ്? എനർജി ഇൻ ട്രാൻസിറ്റിലുള്ളതാണ്. അതായത് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ബൗണ്ടറിയിലാണ്. അതായത് അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർട്ടി അല്ല. അതായത് ഈ വർക്ക് ഹീറ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വർക്ക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൗണ്ടറിയിലാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് എനർജി നമുക്ക് അത് ബൗണ്ടറിയിലാണ് അനുഭവിക്കാൻ പറ്റുന്നത്, വർക്കോ എനർജി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീറ്റ്, ഒരു സിസ്റ്റം ഹീറ്റ് എനർജി വെളിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിന്റെ സർഫസിൽ, അതിന്റെ ബൗണ്ടറിയിൽ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം അവിടെ ഹീറ്റ് ഉണ്ട്. ആ സിസ്റ്റം എന്തോ കെമിക്കൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റ് ഉണ്ടല്ലോ. അപ്പൊ ആ ഹീറ്റ് എവിടെ നിന്ന് വന്നു? അകത്ത് എന്തോ എനർജിയൊക്കെ കൺവേർട്ട് ചെയ്ത്, കെമിക്കൽ എനർജിയൊക്കെ കൺവേർട്ട് ചെയ്ത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബൗണ്ടറിയിലാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ബൗണ്ടറിയിൽ നമുക്കത് വരുന്നുണ്ടെങ്കിൽ എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് പറയാം. അതേപോലെ വർക്ക് ആൻഡ് ഹീറ്റ് ഇന്ററാക്ഷൻസ് ആർ ദ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ്. അത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ബൗണ്ടറിയിലാണ്. അപ്പൊ ദേ ആർ നോട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അജ്മൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. അജ്മൽ, ഹലോ അജ്മലെ കേൾക്കുന്നില്ലേ? അജ്മൽ ലെഫ്റ്റ് ആയല്ലോ. അമീനെ, എന്തൊക്കെയായിരിക്കും പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസാ? ഒരു സിസ്റ്റത്തിനെ എന്തൊക്കെയാ കേൾക്കുന്നില്ല. എടാ, ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഡിഫൈൻ എന്തായിരിക്കും എക്സാമ്പിൾ? പ്രഷർ ഓർമ്മയുണ്ടോ? പ്രഷർ പ്രോപ്പർട്ടി. സാർ ഒന്നും ക്ലിയർ അല്ല സാർ, ഒരു പ്രാവശ്യം ചോദിക്കും. നീ മ്യൂട്ട് ചെയ്ത
ഹലോ ബാക്കിയുള്ളത് ക്ലിയർ ആണോ? അജയ്, ഹലോ അജയ്, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കേൾക്കാം. ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ? അതെ അതെ. ഓക്കെ. അമീന് എന്തോ പ്രശ്നമായിരിക്കും. എനർജി ഇൻ സ്റ്റോറേജ്, അതായത് എനർജി ഇൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനർജി ഇൻ ട്രാൻസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾ പറയുകയാണ്. ഇന്ന് നാളെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, എപ്പം ചോദിച്ചാലും പറയാൻ പറ്റണം. എനർജി ഇൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇന്റേണലി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എനർജിയാണ്. ഇൻ തെർമോഡൈനാമിക് അനാലിസിസ് ദ വേരിയസ് ഫോംസ് ഓഫ് എനർജി ദാറ്റ് മേക്ക് അപ്പ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ആർ ഡിവൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. അതായത് അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി, അതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, മാക്രോസ്കോപ്പിക് എനർജി ആൻഡ് മൈക്രോസ്കോപ്പിക് എനർജി. മാക്രോസ്കോപ്പിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം നോക്കിയേ, മാക്രോസ്കോപ്പിക് എനർജി, ദ മാക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി ആർ ദോസ് എ system possess as whole with respect to some outside reference frame such as kinetic and potential energies. അതായത് ഈ പറഞ്ഞ ഒരു സിസ്റ്റം ഇതിലൂടെ ഒരു പൈപ്പിൽ കൂടെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു പൈപ്പിൽ കൂടെ നമ്മുടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുകയാണ്. അപ്പം ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ പോർഷൻ, നമ്മൾ ഇത്രയും പോർഷൻ എടുത്തു. അപ്പൊ അത്രയും പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമുക്ക് അവിടുത്തെ കൈനറ്റിക് എനർജിയോ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിയോ അറിയണമെങ്കിൽ, ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജി അറിയണമെങ്കിൽ അതിനൊരു ഡേറ്റ നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് നമ്മുടെ ബേസിൽ നിന്നുള്ള ഹൈറ്റ്, ആ ഹൈറ്റ് വെച്ചിട്ട് P = mgz അല്ലെ mgh വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി അല്ലെ. അപ്പോ ഒരു എക്സ്റ്റേണൽ റെഫറൻസ് എടുത്ത്, എക്സ്റ്റേണൽ റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഇസഡ്, അതായത് ഇന്റേണലി ഈ പൈപ്പിന്റെ ഫ്ലോയുടെ കാര്യം മാത്രമല്ല, എക്സ്റ്റേണലി നമ്മളൊരു റെഫറൻസ് എടുത്തിട്ട് പറയുന്നതിനെ മാക്രോസ്കോപ്പിക് എനർജി എന്ന് പറയും. ഇപ്പൊ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി അതിനൊരു എക്സാമ്പിൾ ആണ്. ദ മാക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി ആർ ദോസ് എ സിസ്റ്റം പോസസ് ആസ് ഹോൾ വിത്ത് റെസ്പെക്ട് ടു സം ഔട്ട്സൈഡ് റെഫറൻസ് ഫ്രെയിം സച്ച് ആസ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അതായത് മാക്രോസ്കോപ്പിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം ഹോളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ്. അത് നമ്മൾ എക്സ്റ്റേണലി ഒരു റെഫറൻസ് ഫ്രെയിം വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ. Then next, microscopic energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the microscopic forms of energy are those related to the molecular structure of a system and the degree of molecular activity. അതായത് അതിന്റെ മോളിക്യൂൾസ് ലെവലിൽ ഉള്ള എനർജിയാണ് മൈക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അത് ഔട്ട്സൈഡ് റെഫറൻസ് ഫ്രെയിമിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് ഔട്ട്സൈഡ് ഉള്ള, ഇപ്പൊ ഇസഡ് എന്ന ഒരു ഫാക്ടർ അവിടെ എടുക്കില്ല. അപ്പൊ മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞ ഔട്ട്സൈഡ് റെഫറൻസ് ഫ്രെയിമിനെ വെച്ചെടുക്കുവാണെങ്കിൽ മാക്രോ അല്ലെങ്കിൽ ഇൻസൈഡ് മോളിക്കുലാർ സ്ട്രക്ചറിനെ മാത്രമാണെങ്കിൽ അതിനെ മൈക്രോസ്കോപ്പിക് എനർജി എന്ന് പറയും. ദെൻ മാറ്റർ കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ സിസ്റ്റം ഈസ് കൺസിഡേർഡ് ടു കംപ്രൈസ് എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് നമുക്കറിയാം ഒരു സിസ്റ്റത്തിൽ ഒരു മാറ്റർ ഉണ്ട് അല്ലെങ്കിൽ ഒരു വെയിറ്റ്, ഒരു മാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനും അതിൻ്റെതായ എനർജികളുണ്ട്. അപ്പൊ അതിനെ മൈക്രോസ്കോപ്പിക് എനർജി എന്ന് പറയുന്നത്. ദ മോളിക്യൂൾസ് ക്യാൻ ഹാവ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ എനർജി, ഇലക്ട്രോണിക് എനർജി, കെമിക്കൽ എനർജി ആൻഡ് ന്യൂക്ലിയർ എനർജി, ആൻഡ് ദീസ് കോൺസ്റ്റിറ്റ്യൂട്ട് മൈക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി സിസ്റ്റം. അതായത് ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കൈനറ്റിക് എനർജി ഉണ്ട്, അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കൈനറ്റിക് എനർജി ഉണ്ട്, വൈബ്രേഷണൽ എനർജി ഉണ്ട്, ഇലക്ട്രോണിക് എനർജി ഉണ്ട്, കെമിക്കൽ, ആ ഒരു ഇൻഡിവിജ്വൽ മോളിക്യൂളിന് അതിനെയാണ് മൈക്രോസ്കോപ്പിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അഫ്സലെ കേൾക്കുന്നുണ്ടോ? സാറേ കേൾക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നല്ല, മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മനസ്സിലാകാത്ത എവിടെയാണോ അവിടെ ചോദിക്കുക. Then the sum of all the microscopic forms of energy is called the internal energy of the system. അതായത് നമ്മൾ പറഞ്ഞ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ഈ ഞാൻ ആദ്യം പറഞ്ഞതിൽ മാക്രോസ്കോപ്പിലും കൈനറ്റിക് എനർജി പറഞ്ഞിരുന്നു. പക്ഷെ ആ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആസ് എ സിസ്റ്റം ഹോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി, അല്ലെ ആസ് എ ഹോൾ സിസ്റ്റം എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി. ദെൻ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, ഇന്റേണൽ എനർജിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്, ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയുടെ കാര്യമാണ്. അതിനെ മൈക്രോസ്കോപ്പിക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതപ്പം
ഓൾ ദ മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് എനർജിയുടെ സമ്മിനെ നമ്മൾ എന്ത് പറയും? ഇന്റേണൽ എനർജി എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് യു എന്നതുകൊണ്ടാണ്. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക്, ഇലക്ട്രിക് ആൻഡ് സർഫസ് ടെൻഷൻ എഫക്ട്, ദ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് കൈനറ്റിക്, പൊട്ടൻഷ്യൽ ആൻഡ് ഇന്റേണൽ എനർജീസ് ആൻഡ് ഇസ് എക്സ്പ്രസ്ഡ്. അതായത് നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? E ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് യു ആണ്. അതായത് ആ സിസ്റ്റത്തിലുള്ള ഹോൾ എനർജി എന്ന് പറയുന്നത് അതിന്റെ കൈനറ്റിക് എനർജി, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ ഇന്റേണൽ എനർജിയാണ്. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. അതായത് നമ്മൾ ഈ തെർമോഡൈനാമിക് അനാലിസിസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചേഞ്ച് ആണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഡെൽറ്റ ഡി വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ചേഞ്ച് വെച്ചിട്ടാണ്. അപ്പൊ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ഡെൽറ്റ ആഡ് ചെയ്യുക. അതായത് എന്താണ്? വേറൊരു സ്റ്റേറ്റിൽ നിന്നും വേറെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ച്, അവിടെ അങ്ങനെയാണ് നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ഡെൽറ്റ ഇ ഈക്വൽ ടു ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ പ്ലസ് ഡെൽറ്റ യു. ഓക്കെ, ദെൻ ഡെൽറ്റ ഇ ഇത് തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് തന്നെ, ഒന്നുകൂടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ദെൻ മോസ്റ്റ് ക്ലോസ്ഡ് സിസ്റ്റം റിമൈൻസ് സ്റ്റേഷനറി ഡ്യൂറിങ് എ പ്രോസസ് ആൻഡ് ദിസ് എക്സ്പീരിയൻസ് നോ ചേഞ്ച് ഇൻ ദെയർ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ്. അതായത് ഈ ഒരു ഹോട്ട് ഗ്യാസ് ഉള്ള ഒരു സിലിണ്ടർ നമ്മളത് ഇവിടെ വെച്ചിരിക്കുക. അതിന്റെ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആസ് എ ഹോൾ സിസ്റ്റം എടുക്കുവാണെങ്കിൽ, ഇത് മുഴുവനായിട്ട് എടുക്കുവാണെങ്കിൽ, ഈ ഇവിടെ ഇരിക്കുന്ന സിലിണ്ടർ ഇങ്ങോട്ട് നീങ്ങുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു കൈനറ്റിക് എനർജി അവിടെ ഇല്ല. അതായത് കൈനറ്റിക് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ, ആ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അവിടെ ഇതിന് മൂവ്മെന്റ് ഇല്ല. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി സീറോ ആണ്. അതേപോലെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്, മോസ്റ്റ് ക്ലോസ്ഡ് സിസ്റ്റംസ് റിമൈൻസ് സ്റ്റേഷനറി ഡ്യൂറിങ് എ പ്രോസസ് ആൻഡ് ദസ് എക്സ്പീരിയൻസ് നോ ചേഞ്ച് ഇൻ ദെയർ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അതായത് ഈ പ്രോസസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അല്ലെ, പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺവേർഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ സിലിണ്ടർ മുഴുവനായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൈനറ്റിക് എനർജി എന്താണ്? സീറോ ആണ്. പൊട്ടൻഷ്യൽ എനർജി അവിടെ സീറോ ആണ്. അപ്പം മോസ്റ്റ് ക്ലോസ്ഡ് സിസ്റ്റം ഒരു സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ, സ്റ്റേഷനറി ആയിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് അർത്ഥം. സ്റ്റേഷനറി ആയിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സീറോ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ കണക്കിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നതാണ്, നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബേസുകൾ മനസ്സിലാക്കി വെക്കുക. Thus the change in total energy E of a stationary system is identical to the change in its internal energy U. അതായത് ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ എന്ത് വരും? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സീറോ ആണ്. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി മാത്രം ചേഞ്ച് ആവുള്ളൂ. കാരണം കെ ഇ പി ഇ എന്താണ്? സീറോ ആയിപ്പോയി. ഓക്കെ, അപ്പോ ദെൻ ഹീറ്റ് ഞാൻ വീണ്ടും ആദ്യം മുതലേ എനിക്ക് തോന്നുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ് ഹീറ്റ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു, ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോം ഓഫ് എനർജിയാണ്. ഒരു സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന എനർജിയാണ്. അത് എന്തുകൊണ്ട്? അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഹീറ്റ് ക്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. ടു സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ രണ്ട് സിസ്റ്റം തമ്മിൽ, ഓർ എ സിസ്റ്റം ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. സിസ്റ്റവും തമ്മിലോ അല്ലെ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലോ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ല എനർജി ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ഹീറ്റ് എന്ന് പറയും. അത് എങ്ങനെ? അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അതിനെ ഹീറ്റ് എന്ന് പറയും. അപ്പോൾ ഹീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ് ബൈ വിർച്യൂ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. അത് കാണാതെ പഠിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ആൻ എനർജി ഇന്ററാക്ഷൻ ഈസ് ഹീറ്റ് ഓൺലി ഇഫ് ഇറ്റ് ടേക്സ് പ്ലേസ് ബിക്കോസ് ഓഫ് എ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഹീറ്റ് മൂലം ഉണ്ടാകുന്നതാണ്, എനർജി ഇന്ററാക്ഷൻ ഹീറ്റ് ആണെന്ന് പറയുവാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലമാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ എന്നൊക്കെ പറയാം. Then it follows that there cannot be any heat transfer between two systems that are at the same temperature. അതായത് ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ എന്താ? ഹോട്ട് കോഫി 70 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്നതാണ്. ദെൻ കൂൾ എൻവയോൺമെന്റ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 70 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലോട്ട് മാത്രമേ എന്ത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ.
ഇനി ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ, റൂം എയറിൽ ഇരിക്കുന്ന ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോ ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ റൂമിന്റെ റൂം എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഫസ്റ്റിലിരിക്കുന്ന സോഡയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് അത് ട്രാൻസ്ഫർ അങ്ങോട്ടും അകത്തോട്ടും കയറില്ല, വെളിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം സെയിം ടെമ്പറേച്ചർ ആണ്, അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല. എന്നാൽ നെക്സ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ സോഡയ്ക്ക് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷെ റൂമിന് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 15 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യും? ഈ സോഡയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ലാസ്റ്റ് സോഡ. അപ്പൊ എന്താണ് ചെയ്യുന്നത്? 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും, അതായത് റൂമിൽ നിന്നുമുള്ള ഹീറ്റ് സോഡയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അതാണ്. ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഓൾവേസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ബോഡി ടു ദ ലോവർ ടെമ്പറേച്ചർ വൺ. വൺസ് ദ ടെമ്പറേച്ചർ ഇക്വാളിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റോപ്സ്. അതായത് നമുക്കിപ്പോ ഈ 70 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഈ കോഫി 20 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല, അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ നോക്കുക, ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ്. ഗൗതം കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ആദ്യം മുതലേ പറഞ്ഞു, എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിന്റെ അറ്റ് ദ ബൗണ്ടറിയിൽ മാത്രമേ അതിന്റെ എഫക്ട് കാണാൻ പറ്റൂ. ഇറ്റ് ഈസ് എ ബൗണ്ടറി ഫിനോമിനൻ സിൻസ് ഇറ്റ് ഒക്വേഴ്സ് ഓൺലി അറ്റ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, എ പ്രോസസ് ഡ്യൂറിങ് വിച്ച് ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കോൾഡ് അഡയാബാറ്റിക് പ്രോസസ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല എങ്കിൽ ഒരു സിസ്റ്റം ഇവിടെ നോക്കുക, ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ അതിനെ അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി മുന്നോട്ട് പഠിക്കുമ്പോൾ അഡയാബാറ്റിക് പ്രോസസ്സിനെ പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്, അതിന്റെ സൈക്കിൾസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ദെൻ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റം, ഒരു സറൗണ്ടിങ്സ് ബൗണ്ടറി ഉണ്ട്. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എൻ്റർ ചെയ്യുവാണെങ്കിൽ, അകത്തേക്ക് കയറുവാണെങ്കിൽ അത് പോസിറ്റീവും, അതായത് ഇപ്പോൾ 8 കിലോ ജൂൾ ഹീറ്റ് അകത്തേക്ക് കയറിയെങ്കിൽ അത് +8 കിലോ ജൂളും, ഇനി 8 കിലോ ജൂൾ അത് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ -8 കിലോ ജൂളും ആയിരിക്കും. ഓക്കെ, അതായത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ ഹീറ്റ് വെളിയിലേക്ക് കൊടുക്കുമ്പോൾ. ഹീറ്റ് അകത്തേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെ നൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഇടുന്നതാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം, അവിടെയാണ് ഇമ്പോർട്ടന്റ്. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, അതൊക്കെ മനസ്സിലുണ്ടാവുക, ബേസിക് ആണ്. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ഒരു പാത്ത് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഒരു പാത്ത് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നു? അതായത് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നതിന് ഹീറ്റ് ഉണ്ട്. ഇപ്പം സ്റ്റേറ്റ് 2 ഇരിക്കുന്നതിന് 8 കിലോ ജൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഹീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിലാണ് നടക്കുന്നത്. സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 പോകുമ്പോൾ അവിടെയാണ്, ആ ഒരു പ്രോസസ്സിന്റെ ഇടയ്ക്കാണ് ഹീറ്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു, പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെ? ഓരോ പാത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ എൻഡ് സ്റ്റേറ്റ്സിനെ മാത്രമല്ല. എന്നാൽ പ്രോപ്പർട്ടി അങ്ങനെയല്ല. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എൻഡ് സ്റ്റേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഓഫ് പ്രോസസ് ആൻഡ് നോട്ട് ജസ്റ്റ് ദ എൻഡ് സ്റ്റേറ്റ്സ്. അതായത് എൻഡ് സ്റ്റേറ്റിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോ ഈ 1 to 2 എത്താൻ വേണ്ടി 2 പാത്ത് എടുക്കാം. ഇതാ നോക്കിക്കേ, ഇതുവഴിയും പോവാം, ഇതുവഴിയും പോവാം. അപ്പോ ഹീറ്റ് എന്ന് പറയുന്നത് ഈ വഴി പോകുമ്പോഴും ഈ വഴി പോകുമ്പോഴും 2 വാല്യൂ ആണ്, അതായത് ഡിഫറെന്റ് ആണ്. അപ്പോ നമുക്ക് എന്താണ് H2 - H1 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് H1 to 2 ആണ്, അതായത് ഹീറ്റ് ആ പാത്തിലാണ് നടക്കുന്നത്. ഹീറ്റിന്റെ വാല്യൂ നമുക്ക് ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദിസ് ഹീറ്റ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ ആൻഡ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. പ്രോപ്പർട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് എൻഡ് സ്റ്റേറ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യായിരുന്നു. അത് TS ഡയഗ്രത്തിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ പാത്ത് ഫംഗ്ഷൻസ് ഹാവ് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ്. അതായത് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ, എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം
അതായത് ഒരു ചേഞ്ച് പറയുകയാണെങ്കിൽ, ഡിഫറൻഷ്യൽ പറയുമ്പോൾ ചേഞ്ച് ആണല്ലോ പറയുന്നത്, ആ ചേഞ്ച് പറയുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഡി നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് സിമ്പിൾ ഡെൽറ്റ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പാത്ത് ഫംഗ്ഷൻസ് ആർ ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ സിമ്പിൾ ഡെൽറ്റ. Therefore, a differential amount of heat is represented by delta Q. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്നാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ പ്രോസസ് 1 to 2 ഈസ് ഗിവൺ ബൈ, അതായത് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ പ്രോസസ് 1 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ൽ നിന്ന് 2ൽ എത്തുന്ന സമയത്ത് അവിടുത്തെ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ്? Q 1 to 2. അപ്പം നമുക്ക് ഇന്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ എന്ന് എഴുതാം. That is, the total heat transfer is obtained by following the process path and adding the differential amount of heat transferred along the way. അതായത് ഈ പറഞ്ഞ പോകുന്ന വഴിയിൽ ഇപ്പം ഇവിടുത്തെ ഹീറ്റ് എല്ലാം കൂടെ കൺസിഡർ ചെയ്യും. ഇപ്പം വേറൊരു വഴിയാ പോകുന്നതെങ്കിൽ അവിടുത്തെ ആ വഴിയിലെ കാര്യങ്ങളെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെൽറ്റ 1 to 2 ഇത് നോക്കുക, ഇന്റഗ്രൽ ലിമിറ്റ് 1 to 2 ഡെൽറ്റ ക്യൂ നോട്ട് ഈക്വൽ ടു Q2 മൈനസ് Q1. അതായത് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q ഇൻറ്റു 1 to 2 Q1 to 2 എന്ന് കിട്ടില്ല. അപ്പം നമ്മൾ Q2 മൈനസ് Q1 എന്ന് എഴുതും നോർമലി. പക്ഷേ നമുക്ക് Q2 മൈനസ് Q1 എന്ന് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ നോക്കുക 1 to 2 ഈ ഒരു വഴി പാം, ഇതിന്റെ മുകളിൽ കൂടെയും പാം. പക്ഷേ 1 to 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ, അതായത് നേരെയുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓരോ ഇൻഡിവിജ്വൽ പാത്തിൽ കൂടെ പോകുന്നതും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ പാത്ത് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയായിരിക്കും എന്തുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ പാത്ത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക. അതായത് പല ഹീറ്റ് പാത്തിൽ കൂടെ അതിന് കടന്നു പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് പറയുന്നു? നമ്മൾ പാത്ത് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമീനെ കേൾക്കുന്നുണ്ടോ? സാലിം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ, എന്താ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു? ഏതാ സാർ? ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തിയ ടോപ്പിക് ഏതാ? മറ്റേ ഏതാ സാലിം? ഹീറ്റ് ട്രാൻസ്ഫർ പാത്ത് ഫംഗ്ഷൻ ആണെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കട്ടോ. വേറെ പരിപാടിക്ക് പോകാതെ നിങ്ങൾ ഈ ഒരു ഗൂഗിൾ മീറ്റിന്റെ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന PPT മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. വേറെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് മാറി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല പറയുന്നത്. ഒരു പോയിന്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ തെർമോഡൈനാമിക്സിലെ മെയിൻ പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് പോകുന്നത്, ബേസിക് കാര്യങ്ങൾ. അതുകൊണ്ട് വേറെ പരിപാടിക്കൊന്നും പോകാതിരിക്കുക. ഹീറ്റ് കപ്പാസിറ്റി, the energy required to raise the temperature of a unit mass of a substance by 1 degree is called specific heat. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം എടുത്തു, ഇതാ നോക്കുക, അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണെന്നിരിക്കട്ടെ. അതിന്റെ 1 കിലോഗ്രാമിലുള്ള മാസിന്റെ ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ് ആണെന്നിരിക്കട്ടെ. ആ 24 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ആവശ്യമായ എനർജിയാണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോ 24 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാൻ വേണ്ടിയാണ്, അതിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ 5 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും കൊടുക്കേണ്ടത്. 5 കിലോ ജൂൾ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. 5 കിലോ ജൂൾ എനർജി കൊടുക്കുമ്പോഴായിരിക്കും എന്ത്? നമുക്ക് അവിടെ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ദ എനർജി, അവിടെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക. ദ എനർജി, അതായത് ഹീറ്റ് എനർജി ആണല്ലോ, ദ എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി ഈസ് കോൾഡ് സ്പെസിഫിക്. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ, യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായുള്ള എനർജിയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? സ്പെസിഫിക് ഹീറ്റ്, ലേറ്റന്റ് ഹീറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാകാത്തവരുണ്ട് ചോദിക്കുക. എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ്. നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണില്ല കേട്ടോ, ഞാൻ അല്ലാതെ വന്നാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ ചോദിക്കണം.
Okay, the product of mass and specific heat is called heat capacity of the substance. അതായത് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ആണ്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കുക, 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി ഈസ് കോൾഡ് 1 ഡിഗ്രി സെൽഷ്യസ്. അവിടെയാണ് 1 ഡിഗ്രി, ഒരു യൂണിറ്റ് മാസിലുള്ള ഒരു 1 കിലോഗ്രാമിലുള്ള ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് എ മാസ് ആൻഡ് സ്പെസിഫിക് ഹീറ്റ് ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി. അതായത് ഇപ്പൊ 2 കിലോഗ്രാം വന്നിരിക്കട്ടെ, 3 കിലോഗ്രാം വന്നിരിക്കട്ടെ, 5 കിലോഗ്രാം വന്നിരിക്കട്ടെ, എത്രയാണെങ്കിലും അതേ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ്. ഇപ്പൊ 1 ഡിഗ്രി സെൽഷ്യസിന് ആവശ്യമായത് സ്പെസിഫിക് ഹീറ്റ് ആണല്ലോ, അതിന്റെ കൂടെ ചെയ്യുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഇപ്പൊ 5 കിലോഗ്രാം ഉള്ളതിന്റെ ആണെങ്കിൽ അവിടുത്തെ ഹീറ്റ് കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി. അതായത് ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റും തമ്മിൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് യൂണിറ്റ് മാസ് ആണ് എടുത്തത്. ഇവിടെ ഹീറ്റ് കപ്പാസിറ്റി പറയുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ആണ്. അപ്പോ യൂണിറ്റ് മാസ് അല്ല, ഗിവൺ മാസ് ആണ് വരുന്നത് ഡെഫിനിഷൻ പറയുമ്പോൾ. ഹീറ്റ് കപ്പാസിറ്റി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി. ഓക്കെ, 1 ഡിഗ്രി, അതായത് എത്ര മാസം ഉണ്ടെങ്കിലും 5, 10, 20, 30 ഉണ്ടെങ്കിലും ആ ഗിവൺ മാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of a given mass of a substance by 1 degree. ഓക്കെ, അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി സ്പെസിഫിക് ഹീറ്റ് എന്താണ് ബേസ് മനസ്സിലാക്കുക. ഇത് ഒരിക്കലും മറക്കരുത്. നാളെ ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പറയണം. ഞാൻ നോട്ട് എഴുതാൻ പറയുന്നത് നിങ്ങൾ 10 ദിവസത്തെ നോട്ട് 11ാമത്തെ ദിവസം വെക്കുക എന്നല്ല, ഇന്നുള്ളത് ഇന്ന് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അത് ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. 10 ദിവസം കഴിഞ്ഞിട്ട് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. 10 ദിവസം കഴിഞ്ഞിട്ട് വെക്കണ്ട എന്നല്ല പറഞ്ഞത്. 1 സെക്കൻഡ്, ഞാൻ കോളം നോക്കട്ടെ. ഹലോ, കേൾക്കാം? ഹലോ, അപ്പോ ഹീറ്റ് കപ്പാസിറ്റി സ്പെസിഫിക് ഹീറ്റ് മനസ്സിലായോ? അഞ്ജിത്തിന് കേൾക്കത്തില്ലല്ലോ അല്ലേ? വേറെ ആരാ ഇതിനകത്തൊക്കെ ഉള്ള? എത്ര പേരുണ്ട്? 13 പേര്. ബേസിലെ കേൾക്കുന്നുണ്ടോ? ബേസിൽ, ജോഷ്ണോ? ജോഷ്ണോ മനസ്സിലായോ പറഞ്ഞേ? സ്പെസിഫിക് ഹീറ്റ് ജോഷ്ണോ പറ, മനസ്സിലായില്ലയോ? എടാ ജോഷ്ണോ, എടാ കേക്കുന്നില്ലടാ ജോഷ്ണോ. ജോഷ്ണോ, നീ സംസാരിക്കും. ഹലോ ജോഷ്ണോ, അവിടുത്തെ ബാക്കി സൗണ്ട് ഒക്കെ കേൾക്കാം. നീ സംസാരിക്കേ. ജോഷ്ണോ ഇറങ്ങിപ്പോയോ വിളിച്ചപ്പോ? അത് കൊള്ളാം. നിങ്ങള് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ചുമ്മാ ഇരിക്കാനാണെങ്കിൽ ഇരിക്കണ്ട, ഇറങ്ങി പൊക്കോളൂ. മനസ്സിലാക്കുന്നവര് മാത്രം ഇരുന്നാൽ മതി, ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നവര്. ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോകും. ചുമ്മാ നിങ്ങൾ ഇവിടെ കയറി ഇരുന്നിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഹലോ, കേക്കാവോ? കേക്കാം. അപ്പൊ എന്താണ് സ്പെസിഫിക് ഹീറ്റ് മനസ്സിലായോ? മനസ്സിലാകാത്ത വേറെ ഞാൻ ഇതിലും കൂടുതൽ മലയാളത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്കും നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ജോഷ്ണ ശ്രദ്ധിച്ചിരിക്കാത്തതുകൊണ്ടാണ്. ജോഷ്ണ എന്തായിരുന്നു പരിപാടി അവിടെ? ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചിരുന്നോ? ഈ ശ്രദ്ധിച്ചിരിക്കും ജോഷ്ണോ. പിന്നെ മനസ്സിലായില്ല. ജോഷ്ണോ ശ്രദ്ധിച്ചിരിക്കുക. എനിക്കറിയാം നിങ്ങൾ പല പരിപാടികളിലാണെന്ന് എനിക്കറിയാം.
പക്ഷെ നിങ്ങൾ ആ കുറച്ചു നേരം ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഞാൻ വീണ്ടും ഇതിപ്പോ ഞാൻ 4ാമത്തെ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജോഷ്ണ തന്നെ പറഞ്ഞു മനസ്സിലായില്ല എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് വീണ്ടും വീണ്ടും. എനിക്ക് അല്ലെങ്കിൽ ക്ലാസ് എടുത്തങ്ങ് മൊഡ്യൂളൊന്നും തീർത്ത് വിട്ടാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശ്രദ്ധിച്ചിരുന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. എനർജി റിക്വയർഡ്, അതായത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് 1 കിലോഗ്രാം ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായുള്ള ഹീറ്റ് എനർജിയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് മാസിലുള്ളതല്ല, 1 കിലോഗ്രാം ഉള്ളതിന്റെ അല്ല, ഗിവൺ മാസിന്റെ, അതായത് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാസിന്റെ സ്പെസിഫിക് ഹീറ്റ് ആണ്. ഗിവൺ മാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാനുള്ള ആവശ്യമായതിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഇമ്പോർട്ടന്റ് അടുത്തത് വർക്ക് എന്ന് പറയുന്നത് എന്താണ് അജ്മലെ? ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ്. അത് നമ്മൾ ഇവിടെ പഠിച്ചാണ് മെക്കാനിക്സിൽ അല്ലേ. അപ്പോ നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. കറണ്ട് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൽ കൂടെ ഒക്കെ ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ഉണ്ടാകുന്നല്ലേ, അല്ലെ ബൾബിനകത്ത് ഹീറ്റ് ഉണ്ടാകുന്നു. അപ്പൊ ഈ ബൾബിനകത്ത് ഹീറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അമീനെ? വർക്ക് ഇല്ല. വർക്ക് ആക്ച്വലി ഇല്ല അല്ലേ? നീ അൺമ്യൂട്ട് ചെയ്തോ? മ്യൂട്ട് ചെയ്തോ? ഭയങ്കര എക്കോ. ഓക്കെ. ഹഫ്സലെ സാറേ പറ. പറ. അതായത് അൺമ്യൂട്ട് ചെയ്യാൻ നീ. നമ്മള് ഈ ബൾബിനകത്ത് വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്നല്ലേ പറഞ്ഞു. ഇല്ല. എന്തുകൊണ്ട്? പക്ഷെ അവിടെ ശരിക്കും വർക്ക് നടന്നിട്ടുണ്ടല്ലോ. കാരണം വർക്ക് നടക്കാതെ അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനർജി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ഡു വർക്കാണ്. എബിലിറ്റി ടു ഡു വർക്കാണ്. അതെ. അപ്പൊ നമ്മൾ മെക്കാനിക്സിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണ് വർക്ക് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോ നമ്മുടെ തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോൾ ഇനി എന്താണ് വർക്ക് ട്രാൻസ്ഫർ? ഇൻ മെക്കാനിക്സ് വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഒരു ഫോഴ്സിന്റെ ഡയറക്ഷനിൽ അവിടെ കിട്ടുന്നതാണ് എന്ത്? വർക്ക് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ്, ന്യൂട്ടൺ മീറ്റർ, അതാണ് വർക്ക് എന്ന് പറയുന്നത്, ജൂൾ. അപ്പോ ഇൻ തെർമോഡൈനാമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റിൽ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അതിനെ നമ്മൾ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയാൻ പറ്റുന്നത്? ഇൻ തെർമോഡൈനാമിക്സ് വർക്ക് ട്രാൻസ്ഫർ ഈസ് കൺസിഡേർഡ് ടു ബി ഒക്കറിംഗ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അതായത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സിൽ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നടക്കുന്നുണ്ടെങ്കിൽ തെർമോഡൈനാമിക്സിൽ നമുക്കതിനെ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണ് ഇനി പറയാൻ പറ്റുന്നത് നോക്കാം. ദ എനർജി ഇന്ററാക്ഷൻ that is not caused by temperature difference between a system and its surroundings is work. അതായത് വർക്ക് എന്ന് പറയുന്നത്, വർക്കും ശരിക്കും ഈ പറഞ്ഞ ഹീറ്റ് സെയിം ആണ്, സംഭവം എനർജി തന്നെയാണ്. ഇനി അവിടെ ഡിഫറൻസ് വരുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടല്ലാതെ നടക്കുന്ന എല്ലാ എനർജി ഇന്ററാക്ഷനെ നമ്മൾ വർക്ക് എന്ന് പറയും. ഒരു സിസ്റ്റം സറൗണ്ടിങ്സും തമ്മിൽ എന്തെങ്കിലും എനർജി ഇന്ററാക്ഷൻ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് അല്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വർക്ക് എന്ന് പറയും. ദ എനർജി ഇന്ററാക്ഷൻ ദാറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ എ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ഇറ്റ് സറൗണ്ടിങ് ഈസ് വർക്ക്. ദെൻ വർക്ക് അടുത്തത് നോക്കുവാണെങ്കിൽ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ എ സിസ്റ്റം ഇഫ് ദ സോൾ എഫക്ട് ഓൺ തിങ്സ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ദ റേസിംഗ് ഓഫ് വെയിറ്റ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ചാൽ മനസ്സിലാവില്ല, ഞാൻ അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. The weight may not be actually be raised, but the net effect in external to the system would be raising of a weight. അതായത് ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ നമ്മുടെ വർക്കിന്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. വർക്കിന്റെ ഡിഫറൻസ് അല്ല, സോറി. ഇൻ തെർമോഡൈനാമിക്സ് ആൻഡ് ഇൻ മെക്കാനിക്സ് നമ്മൾ എങ്ങനെയാണ് വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി എന്ന് പറയുന്നത് അവിടെ എന്താണ്? എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക, ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അതൊരു സിസ്റ്റമാണ്. ആ ബാറ്ററിക്ക് വെളിയിലുള്ളതിനെ എല്ലാം നമ്മൾ എന്ത് പറയുന്നു?
സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്, അതായത് സ്വിച്ച്, റെസിസ്റ്റൻസ് കോയിൽ എല്ലാം ഉണ്ട്, അതിനെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സ്വിച്ച് ഇപ്പോൾ ഓപ്പൺ പൊസിഷനിലാണ്, ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ബാറ്ററിയുടെ 2 ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ഇതുവഴി പാസ് ചെയ്ത് ഈ റെസിസ്റ്റൻസ് കോയിലിൽ കൂടെ വന്ന് വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കോയിൽ എന്താണ്? അവിടെ റെസിസ്റ്റൻസ് കോയിൽ ഉണ്ടാവുന്ന ഹീറ്റ് ഉണ്ടാവുന്നു. അപ്പൊ ഈ ഹീറ്റ് ഉണ്ടായതിന് എന്താണ്? എങ്ങനെയാണ് ആ ഹീറ്റ് ഉണ്ടായത്? ഈ ബാറ്ററി എന്ന് പറഞ്ഞ സിസ്റ്റവും ഈ സറൗണ്ടിങ്സും തമ്മിൽ, സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്റൻസ് കോയിലും തമ്മിൽ എന്തോ ഇന്ററാക്ഷൻ നടന്നു. അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ അതിനെ എന്ത് പറയാം? അവിടെ ഒരു വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് അതായത് ഈ സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും ഇടയിൽ എന്തെങ്കിലും എനർജി ട്രാൻസ്ഫർ നടന്നെങ്കിൽ അതിനെ എന്ത് പറയാം? വർക്ക് എന്ന് പറയാം. പക്ഷേ ഇവിടെ നിങ്ങളോട് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നു, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് നടക്കുവാണെങ്കിൽ അത് ഹീറ്റ് ആണെന്ന് പറഞ്ഞു. ശരിക്കും ഇവിടെ ടെമ്പറേച്ചർ സിസ്റ്റം നോക്കിയ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്. പക്ഷേ സറൗണ്ടിങ്സിൽ എന്താ? റെസിസ്റ്റൻസ് കോയിലാണ്. അവിടെ ശരിക്കും ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടല്ല ഉണ്ടായത്. എന്നാൽ ടെമ്പറേച്ചർ ഇവിടെ ഹീറ്റ് ഉണ്ടായത് റെസിസ്റ്റൻസ്, അത് ടെമ്പറേച്ചർ അവിടെ ജനറേറ്റ് ചെയ്തു. എങ്ങനെ ജനറേറ്റ് ചെയ്തു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട്, ഈ ബാറ്ററിയുടെ ടെർമിനലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? വർക്ക് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തൊരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വർക്ക് എന്നുള്ളത്. According to the mechanics, this interaction cannot be classified as work because there has been no action of force through a distance. അതായത് ഇത് ഇങ്ങനെ നമുക്ക് മെക്കാനിക്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വർക്ക് നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക്. കാരണം ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ്, അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടില്ല അല്ലേ. അപ്പൊ നമുക്ക് വർക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇൻ തെർമോഡൈനാമിക് കൺസെപ്റ്റ് ദ ബാറ്ററീസ് എന്ന് പറയുന്ന സിസ്റ്റമാണ് ഡസ് വർക്ക്. The electrical energy crosses the system boundary because of potential gradient. അതായത് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉള്ളത് കൊണ്ട് ഇലക്ട്രിക്കൽ എനർജി ഫ്ലോ ചെയ്തു. അപ്പൊ അവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തെർമോഡൈനാമിക് കൺസെപ്റ്റിൽ പറയാൻ പറ്റും. അടുത്തൊരു ഫിഗർ നോക്കുക, ഇവിടെ നോക്കുക. അതിനകത്ത് വർക്കിന്റെ ഒരു മെയിൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സോൾ എഫക്ട് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം. ഇത് പറഞ്ഞുതരാം. അതായത് ബാറ്ററി എന്ന് പറയുന്ന സിസ്റ്റം, അവിടെ എക്സ്റ്റേണലി റെസിസ്റ്റൻസ് കോയിൽ എന്ത് ചെയ്തു? ഒരു ഹീറ്റ് ഉണ്ടായി. അപ്പൊ അവിടെ വർക്ക് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു തെർമോഡൈനാമിക് കൺസെപ്റ്റിൽ. ഇനി നമ്മൾ പറയുന്നത് തെർമോഡൈനാമിക് കൺസെപ്റ്റിൽ പറയുന്നത് ഈ റെസിസ്റ്റൻസ് കോയിലിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു മോട്ടറും പുള്ളിയും വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അവിടെ ഒരു മോട്ടറോ അവിടെ ഒരു പുള്ളിയോ വെച്ച് കഴിഞ്ഞാൽ അത് വെയിറ്റിനെ റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അതായത് ഈ ബാറ്ററിക്ക്, ഈ റെസിസ്റ്റൻസ് കോയിലിന് പകരം നമ്മൾ അവിടെ ഒരു മോട്ടറിനെയും പുള്ളിയെയും വെച്ചിട്ട് വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്തു. അപ്പൊ സോൾ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ ടോട്ടൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഹീറ്റ് ഉണ്ടായത് എന്തോ വർക്ക് ട്രാൻസ്ഫർ നടന്നത് മൂലമാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മെക്കാനിക്സിന്റെ പറയാൻ പറ്റും. കാരണം വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്തു, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ലേ. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റി ആക്ട് ചെയ്തതായിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിന് എഗനസ്റ്റ് ആയിട്ട് വെയിറ്റിനെ ഈ പുള്ളി വെച്ചിട്ട് പൊക്കിയെടുത്തു, വെയിറ്റിനെ റേസ് ചെയ്തു. അപ്പം അങ്ങനെ വെയിറ്റിനെ റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് കോയിലിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഒരു മോട്ടറോ പുള്ളിയോ വെച്ചിട്ട് വെയിറ്റ് റേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വർക്ക് ട്രാൻസ്ഫർ നടന്നതായിട്ട് പറയാം. അപ്പോൾ വർക്ക് ട്രാൻസ്ഫർ ഇൻ തെർമോഡൈനാമിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്ക് ഒറ്റ ഇതിൽ പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജി ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എനർജി ഡിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ വർക്ക് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. അതായത് ഇനി വായിക്കുമ്പോൾ മനസ്സിലാവും ദ സോൾ എഫക്ട് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം. അതായത് സോൾ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നെറ്റ് എഫക്ട് എന്നാണ് അർത്ഥം. ദ നെറ്റ് എഫക്ട് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ദ വാർമിംഗ് ഓഫ് എ റെസിസ്റ്റർ. ഈ റെസിസ്റ്റർ എന്താണ്? ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുക. ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു എന്ന് പറയുന്നത് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ റീപ്ലേസ് ചെയ്ത് ലിഫ്റ്റിംഗ് ഓഫ് വെയിറ്റ് ഇഫ് ദ റെസിസ്റ്റർ ഈസ് റീപ്ലേസ്ഡ് ബൈ മോട്ടർ പുള്ളി അറേഞ്ച്മെന്റ്. അതായത് ഈ റെസിസ്റ്റൻസിനെ റീപ്ലേസ് ചെയ്ത് മോട്ടർ പുള്ളി അറേഞ്ച്മെന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കിന്റെ കൺസെപ്റ്റ് ഇൻ മെക്കാനിക്സ് കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആ വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വർക്ക് നടന്നിട്ടുണ്ട്. വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്
the motor shaft rotates and load is lifted. The sole effect external to the system is the raising of a weight. Then accordingly the interaction of battery with the resistance coil is work. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ബാറ്ററിയിൽ ഇവിടെ ഈ റെസിസ്റ്റൻസ് കോയിലിനെ റീപ്ലേസ് ചെയ്ത് മോട്ടറും പുള്ളിയും വെച്ച് വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഇവിടെ റെസിസ്റ്റൻസ് കോയിൽ ഉണ്ടായത് വർക്ക് തന്നെയാണ്. അപ്പൊ നോക്കിയേ, ഈ പറഞ്ഞ പോലെ ബൾബിന്റെ കാര്യം ഞാൻ ആദ്യം ചോദിച്ച പോലെ ബൾബിൽ എന്ത് ചെയ്തു, ഈ പറഞ്ഞ വർക്ക് നടന്നു, പക്ഷെ നമുക്കത് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരു വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്തില്ല. പക്ഷെ നമുക്ക് ആ കറണ്ട് കൊടുക്കുന്ന ആ പോർഷനിൽ നമുക്ക് അവിടെ ഒരു മോട്ടറും പുള്ളി അറേഞ്ച്മെന്റ് വെച്ച് അതിനെ വെയിറ്റിനെ സെയിം വോൾട്ടേജ് കൊടുത്ത് വെയിറ്റിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ എന്ത് പറയാം, നമുക്ക് വർക്കാന്ന് പറയാം. അപ്പൊ അവിടെ ബൾബിന്റെ അകത്തും അവിടെ വർക്ക് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് തെർമോഡൈനാമിക്സിലെയും മെക്കാനിക്സിലെയും വർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ അമീനെ? ഓക്കെ, അപ്പോ 9:48 അല്ലേ, പെട്ടെന്ന്. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്, അതായത് വെളിയിലേക്ക് പോകാനാണ്. വർക്ക് ഡൺ ബൈ എ സിസ്റ്റം, ഹീറ്റിന്റെ ഓപ്പോസിറ്റ്. വർക്ക് ചെയ്യുവാണെങ്കിൽ അത് എന്ത് ചെയ്യാം, പോസിറ്റീവ് ആണ്, ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നെഗറ്റീവ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, സമയമില്ലാത്തതുകൊണ്ടാണ്. ദെൻ വർക്ക് ഡൺ ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്, ഹീറ്റ് പാത്ത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞ പോലെ വർക്ക് ഡൺ ഒരു പാത്ത് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നതിന്റെ കാരണം ഒരു സ്റ്റേറ്റ് 1 ഇരിക്കുന്നതിനോ സ്റ്റേറ്റ് 2 ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നതിന് വർക്കോ ഹീറ്റോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു സ്റ്റേറ്റിൽ ചുമ്മാ ഇരിക്കുന്നതിന് നമുക്ക് ഹീറ്റോ വർക്കോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അവിടെ എന്താണ് ഹീറ്റോ വർക്കോ കൊടുത്ത് ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നതിനെ ഇന്റേണൽ എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഒരു സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 വരുന്നതിനെ പ്രോസസ് എന്ന് പറയില്ല. ആ പ്രോസസ്സിലാണ് എന്ത് വർക്ക് ഡൺ നടക്കുന്നത്. അതായത് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. ദ വാല്യൂ ഓഫ് എ വർക്ക് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഓഫ് ദ പ്രോസസ് ആൻഡ് നോട്ട് ജസ്റ്റ് ദ എൻഡ് സ്റ്റേറ്റ്. അതായത് ഇപ്പൊ നോക്കിയേ, ഇവിടെ 1 to 2 എത്താൻ 2 പ്രോസസ്സുകൾ നടന്നു. പ്രോസസ് എ ആൻഡ് പ്രോസസ് ബി നടന്നു. അപ്പൊ പ്രോസസ് എ എന്ന് പറയുന്നത് വർക്ക് ഡൺ 8 കിലോ ജൂൾ ആണ്. പ്രോസസ് ബി വർക്ക് ഡൺ എന്ന് പറയുന്നത് 12 കിലോ ജൂൾ ആണ്. അപ്പം രണ്ടും എന്റെ എഫക്റ്റിൽ എന്താണ് എത്തിയത്, 1 നിന്ന് 2 എത്തിയത്. പക്ഷെ നമുക്ക് W12 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, W12 എന്ന് എഴുതി കഴിഞ്ഞാൽ 8 കിലോ ജൂളും 12 കിലോ ജൂളും ഉണ്ട്. 2 വഴി കൂടെ പോയപ്പോഴും 2 പാത്തിൽ കൂടെ പോയപ്പോഴും 2 വാല്യൂ ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, പാത്തിനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് വർക്ക് ഡണ്ണിനെ നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദസ് വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ ആൻഡ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ആണെങ്കിൽ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 വാല്യൂസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഹീറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ്, ഇവിടെ ഹീറ്റ് അല്ല കേട്ടോ, ഞാൻ ഇത് തരുമ്പോ PPT എഴുതാൻ തരുമ്പോൾ നിങ്ങൾ അത് വർക്ക് ആക്കണം കേട്ടോ. ഇത് മനസ്സിലാക്കി ചുമ്മാ അതുപോലെ കോപ്പി അടിച്ച് എനിക്ക് കാണരുത്, മനസ്സിലാക്കി എഴുതുക. എ ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് വർക്ക് ഈസ് റീപ്ലേസ്ഡ് ബൈ ഡെൽറ്റ ഡബ്ല്യു. മറ്റേ നമ്മള് എന്താ ഞാൻ പറഞ്ഞ DW എന്ന് എഴുതാൻ നമ്മൾ എഴുതില്ല, കാരണം ചേഞ്ച് ഇൻ ഈ പറഞ്ഞ എക്സാക്ട് ഡിഫറൻഷ്യൽ ആയിരുന്നു DW എന്ന് എഴുതാൻ. ഇത് ഇന്ന എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്, കാരണം പാത്ത് ഫംഗ്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാം. ദെൻ ടോട്ടൽ വർക്ക് ഡ്യൂറിങ് എ പ്രോസസ് 1 to 2 is given by W1 to 2 equal to ഇന്റഗ്രൽ 1 to 2 ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാം. ഈ സെയിം ഹീറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രോസസ് 1 നിന്ന് 2 എത്തുവാണെങ്കിൽ നമുക്ക് W2 - W1 എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ് 1 വർക്ക് W2 നും സ്റ്റേറ്റ് 1 സോറി തിരിച്ച് സ്റ്റേറ്റ് 1 W1, സ്റ്റേറ്റ് 2 W2. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സിസ്റ്റത്തിൽ ചുമ്മാ ഇരിക്കുമ്പോൾ അവിടെ വർക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അവിടെ ചുമ്മാ ഒരു സിസ്റ്റം ചുമ്മാ ഇരിക്കുമ്പോൾ അവിടെ ഇന്റേണൽ എനർജി ആണുള്ളത്. പക്ഷെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ, ഒരു ട്രാൻസ്ഫർ നടക്കുമ്പോൾ അവിടെയാണ് വർക്ക് ഉള്ളത്. അപ്പൊ സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 എത്തുമ്പോൾ ഡിഫറെന്റ് പാത്തിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ W2 മൈനസ് എൻഡ് വാല്യൂസ് മൈനസ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻഡ് വാല്യൂസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പല പാത്തിൽ കൂടെ പോകുമ്പോൾ പല വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്റഗ്രൽ 1 to 2 ഡെൽറ്റ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു W2 - W1 എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളോട് എപ്പം ചോദിച്ചാലും വർക്ക് ഡൺ പാത്ത് ഫംഗ്ഷൻ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, പാത്ത് ഫംഗ്ഷൻ അല്ല എന്ന് എന്തുകൊണ്ട് പറയാം, ഇതുപോലെ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഇനി വർക്കിനെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതായത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു 1 to 2 ഈ പറഞ്ഞ P1 - P2 എന്ന് എഴുതുന്നപോലെ എഴുതാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയൊക്കെ ഡിസ്പ്ലേസ്മെന്റ് വർക്കിനെ നമുക്കൊരു ഇക്വേഷൻ കാണും, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഷാഫ്റ്റ് വർക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഒരു ഇത് പറയാം. ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഡ്യൂറിങ് എ പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് W1 to 2 എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1 to 2 PdV ആണ്. അതായത് ഏരിയ അണ്ടർ PV ഡയഗ്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇത് PV
y ആക്സിസിൽ പിയും x ആക്സിസിൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ 1 എന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്തു, പ്രഷർ ഡിക്രീസ് ചെയ്തു, വോളിയം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് അവിടുത്തെ പ്രഷർ ഇൻറ്റു അവിടുത്തെ എലമെന്റൽ വോളിയം ആണ്. അതായത് PdV, V2 മൈനസ് ഇവിടുത്തെ പ്രഷർ ഇൻറ്റു ഇവിടുത്തെ ഏരിയ ആണ്. ഈ ഏരിയ അണ്ടർ ദ PV ഡയഗ്രാം, ഈ ഏരിയ ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വർക്കായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞു നമ്മള് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്സിലെ പോലല്ല നമ്മൾ ഇവിടെ എടുക്കുന്നത്. സെയിം മെക്കാനിക്സിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. ആ ഇതിനെ റീപ്ലേസ് ചെയ്ത് വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ വർക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, വർക്ക് ഡൺ ഈസ് എ പാത്ത് ഫംഗ്ഷൻ എക്സ്പ്ലനേഷൻ യൂസിങ് എ PV ഡയഗ്രാം. ഇതാ നോക്കുക, ഇനി എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ W1 to 2 ഇന്റഗ്രൽ 1 to 2 PdV. അതായത് PdVക്ക് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് വന്നത്, എങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ദെൻ PV ഇതാ നോക്കുക, ഡിഫറെന്റ് പാത്തിൽ കൂടെ ആണ് പോകുന്നത്, ABC എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ ആണ് പോകുന്നത്. അപ്പൊ നമ്മൾ എഴുതുക, ഇറ്റ് ഈസ് പോസിബിൾ ടു ടേക്ക് എ സിസ്റ്റം ഫ്രം സ്റ്റേറ്റ് 1 to 2 along a many quasi-static paths such as ABC. Quasi-static അറിയാം, മെനി ഇക്വിലിബ്രിയം ഓൾമോസ്റ്റ് ഇക്വിലിബ്രിയം ആണ് എല്ലാ സ്റ്റേറ്റുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ. Since the area under each curve represent the work done for each process, the amount of work involved in each case is different. അതായത് ഓരോ കർവും എന്താണ്, ഈച്ച് പ്രോസസ് ആണ്. അപ്പോൾ ഓരോ പാത്തിലും എന്താണ് ഡിഫറെന്റ് വർക്കാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ബൈ ദ സിസ്റ്റം ഇൻ ഗോയിങ് ഫ്രം സ്റ്റേറ്റ് 1 to 2 സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2. ഫോർ ദിസ് റീസൺ വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതായത് പാത്തിനെ ഫോളോ ചെയ്യുമ്പോഴാണ് അതിന്റെ വാല്യൂ കിട്ടുമ്പോൾ അങ്ങനെയാണ് നമുക്ക് വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ എന്ന് മനസ്സിലാകുന്നു. Then comparison between heat and work. Heat is defined as the form of energy that is transferred between two systems by virtue of temperature difference. അപ്പം ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോം ഓഫ് എനർജിയാണ്. രണ്ട് സിസ്റ്റം, ഒരു സിസ്റ്റവും ഒരു സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെ, ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം. Then the energy interaction that is not caused by a temperature difference between system and surrounding is a work. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലമല്ലാത്ത എല്ലാത്തിനെയും എനർജി ഇന്ററാക്ഷനെ നമ്മൾ വർക്ക് എന്ന് പറയും. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണെങ്കിൽ അതിനെ ഹീറ്റ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇനി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. സിമിലാരിറ്റീസ് എന്തായിരിക്കും? ഹീറ്റ് ആൻഡ് വർക്ക് ആർ റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ബൗണ്ടറീസ് ഓഫ് എ സിസ്റ്റം ആസ് ദേ ക്രോസ് ദ ബൗണ്ടറീസ്. ദാറ്റ് ഈസ് ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക് ആർ ദ ബൗണ്ടറി ഫിനോമിന. അതായത് ഹീറ്റിനെയും വർക്കും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ബൗണ്ടറിയിൽ മാത്രമാണ്. അത് ക്രോസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വർക്ക് അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. സിസ്റ്റം പോസസ് എനർജി ബട്ട് നോട്ട് ഹീറ്റ് ഓർ വർക്ക്. അതായത് ഒരു സിസ്റ്റം, ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന് അവിടെ നമുക്ക് വർക്കോ ഹീറ്റോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വർക്കോ ഹീറ്റോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഇന്റേണൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ അത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ എനർജി ട്രാൻസ്ഫർ ഉണ്ടെന്ന് പറയാം. ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ എന്താണ്, ഹീറ്റോ വർക്കോ അല്ല, ഇന്റേണൽ എനർജിയാണ്, പ്രോസസ് എനർജി മാത്രമാണുള്ളത്. ഹീറ്റ് ആൻഡ് വർക്ക് ആർ അസോസിയേറ്റഡ് വിത്ത് എ പ്രോസസ് നോട്ട് എ സ്റ്റേറ്റ്. അൺലൈക്ക് പ്രോപ്പർട്ടീസ്, ഹീറ്റ് ഓർ വർക്ക് ഹാസ് നോ മീനിങ് അറ്റ് എ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രഷർ, അതുപോലെ വോളിയം, അതൊക്കെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിന്റെ സ്റ്റേറ്റിന്. പക്ഷെ എനർജി 10 കിലോ ജൂൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എനർജി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും അവിടെ എനർജി ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അടുത്ത് അതിന്റെ സറൗണ്ടിങ്സിൽ, അതിന്റെ ബൗണ്ടറിയിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പം ചുമ്മാ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഹീറ്റിനോ വർക്കിനോ നോ മീനിങ്. ഓക്കെ, ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻസ്. Their magnitude depends on the path followed during process as well as in the states. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനകത്ത് ഡൗട്ട് വല്ലതും ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ ഇല്ല സാർ, ഈ PPT ഇടൂലേ? എന്താണ് പറഞ്ഞേ? അമീൻ എന്താ ചോദിച്ചു? ഈ PPT ഗ്രൂപ്പിലുണ്ടോ? ഞാനത് ഇട്ടേക്കാം. നോട്ടിൽ എഴുതണം കേട്ടോ നിങ്ങള്. ഈ PPT നോക്കി ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് ചിലപ്പം സമയം കിട്ടാത്തതുകൊണ്ട് ബുക്കിലെ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടായിരിക്കും അയക്കുന്നത്. പക്ഷെ നിങ്ങൾ അത് അതുപോലെ എഴുതി വെക്കാന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റ് എഴുതുക. ഡെഫിനിഷൻ ഒക്കെ നിങ്ങളുടെ മനസ്സിലായ പോയിന്റ് എഴുതരുത്, അത് കൃത്യമായിട്ട് തന്നെ എഴുതും. ഈ PPT-യിലുള്ളത് എല്ലാം അതേപോലെ തന്നെ എഴുതാനുള്ള കേട്ടോ. ഓക്കെ, അജ്മലെ മനസ്സിലായോ പറഞ്ഞേ? അമല
ഹീറ്റ് വർക്ക് നമ്മൾ തെർമോഡൈനാമിക്സ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന്റെ അത്രയും ഞാൻ പഠിപ്പിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ജോഷ്ണോ ഇവിടെ ഇല്ലേ ഇപ്പം? മനസ്സിലായോ പറഞ്ഞു? ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം ഉള്ളെങ്കിലും നമുക്ക് വേറെ വഴിയില്ല. ഇപ്പൊ ഓൺലൈനായിട്ട് പഠിച്ചേ പറ്റൂ. നിങ്ങൾക്ക് പഠിച്ചേ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, മടുപ്പാ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ. അപ്പോ ഇതിനകത്ത് ഇല്ലാത്ത ആരാണ്? ഒരു മിനിറ്റ്. അമീൻ ഉണ്ടല്ലോ. അജയ്, അജ്മൽ, ഇല്ല. അമൽ കെ ഇല്ല. അമൽ NB, അഞ്ജിത്ത് കേൾക്കുന്നുണ്ടോ? മെസ്സേജ് നിനക്ക് മനസ്സിലായോ പറഞ്ഞത്? പഠിപ്പിച്ച ഡൗട്ട് ഉണ്ടോ? ബേസിലെ മനസ്സിലാവുന്നുണ്ടോ പഠിപ്പിക്കുന്നത്? ശ്രദ്ധിച്ചിരിക്കണം. ഗൗതം, ഓക്കെ. ജോഷ്ണോ, ആരോമൽ, അഫ്സൽ, റോഷൻ ഇല്ല. ഈ റോഷൻ എവിടെയാണ് ഈ പോകുന്നത്? സാലിം, ഈ റോഷൻ എവിടെയാണ്? അവൻ രാവിലത്തെ എല്ലാ പീരീഡും ഇങ്ങനെയാണോ? ഹലോ കേൾക്കുന്നില്ലടാ? കേക്കണ്ട സാർ. അവൻ എന്ത് ചെയ്യുന്നു അറിയാമോ? ഇല്ലല്ലോ. എന്നെ ജോഷ്ണോയെ വിളിച്ചത് ക്ലാസ്സിന്. ക്ലാസ് ഉണ്ടെന്നല്ല, എല്ലാ ദിവസവും 9 മണിക്ക് ക്ലാസ് ഉണ്ട്. കൃത്യമായിട്ട് തന്നെ കയറി കേട്ടോ. ഞാൻ നോട്ട് എഴുതിയിടാം. ഇന്ന് രാത്രി 10 മണിക്കുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. 10 മണിക്ക് ഓക്കെ അല്ലേ സാലിമേ? സാർ അയക്കാം. ശരി, ഓക്കെ. താങ്ക് യു. ഓക്കെ സാർ.